ഗൈസ് വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് എന്നില്ല, വെൽക്കം. അപ്പോൾ നമ്മളൊരു അരീക്കൽ ട്രിപ്പായിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ പേടകം എന്ന് പറയണ്ട, ഇതാണ് നമ്മുടെ സൈക്കിൾ. നമ്മളിതിലാണ് പോണേ. സംഭവം വെച്ചാൽ എൻ്റെ വീൽ അലൈൻമെൻറ്റ് പോയി കിടക്കണതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഞാൻ പിന്നെ ചേഞ്ച് ആടും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമംഗലം പാലത്തിലാണ് നിൽക്കുന്നത്. സംഭവം പുഴയാണിത്, രാമംഗലം പുഴയാണിത്. നമുക്ക് കടവ് കണ്ടുപിടിക്കണം. കടവിട്ട് പോകണം എങ്ങനെയാണെന്ന് ക്ലിയറായിട്ട് എനിക്കറിയാൻ പാടില്ല. നമുക്ക് കടവ് കണ്ടുപിടിക്കണം. ഇതാണ് പുഴ. പുഴ കണ്ടോ, സൈക്കിൾ എടുക്കണം. നമ്മൾ പാലത്തിലാണ്. നമ്മൾ അരീക്കിലിട്ടാട്ടോ പോകണേ. അരീക്കിലും കൊച്ചരീക്കിലുമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. വണ്ടി വരും. ഓ മോനെ, സാധനം എപ്പോഴാണല്ലേ. അപ്പോൾ നമുക്ക് കടവിട്ട് പോകണം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബൈ ഗൈസ്. നമ്മളിപ്പോൾ തമ്പാനുമറ്റം എത്തിയിട്ടുണ്ട്. ഇതാണ് തമ്പാനുമറ്റം പൊളിഞ്ഞ പാലം. ഇവിടെ നേരത്തെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. അത് 2018 പ്രളയത്തിന് പൊളിഞ്ഞു പോയി. പിന്നെ ആരും ശരിയാക്കിയിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. അതിന് മുമ്പ് ഞങ്ങളിവിടെ കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കൊള്ളാം. എന്ത് കാര്യത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ കൊള്ളാം. ഗൈസ്, നമ്മളിപ്പോൾ അറ്റ് ലാസ്റ്റ് ഈ രാമംഗലം കടവിലെത്തിയിട്ടുണ്ട്. തമ്പാനുമറ്റം എന്നാണ് ഈ കറക്റ്റ് സ്പോട്ടിൻ്റെ പേര്. സൈക്കിൾ ഇച്ചിരി നീക്കി വെച്ചിട്ട് നമ്മളതിലെ രാമംഗലം തമ്പാനുമറ്റം കടവിലിറങ്ങുവാണ്. ഈ ചൂട് സമയത്ത് ഇവിടെ ഒന്ന് കുളിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം എത്ര പിള്ളേർക്കാണെങ്കിലും അരയറ്റം വെള്ളമുള്ളൂ. പിന്നെ അരീക്കിൽ വരുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് വന്നൊന്ന് വ്യൂ ചെയ്യാം. കാരണം നല്ല സീനറിയാണ്, ഫോട്ടോ ആംബിയൻസാണ്, പക്കയാണ് ഈ സ്ഥലം. കണ്ട തൂക്കുപാലൊക്കെ വരം മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരീക്കൽ കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് അരീക്കൽ ലാസ്റ്റ് ഒരു കവല എന്ന് പറയുന്നത്. ആ കുരിശുപള്ളി കണ്ടോ, അതാണ് എനിക്കൊരു പാമ്പാക്കൂട എന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ഈ കുരിശുപള്ളിയുടെ അവിടെ നിന്നാണ് അരീക്കൽ നമുക്ക് കയറേണ്ടത്. ലെഫ്റ്റ് കഴിഞ്ഞ് കൊച്ചരീക്കൽ. നമ്മൾ ഈ വഴി കയറാനുള്ള കൊച്ചരീക്കലായിട്ട് വേറെ വഴി കയറണേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അരീക്കൽ കയറി. ഇതാണ് അരീക്കൽ കുരിശുപള്ളി. അരീക്കലായിട്ട് പോകണ വഴിക്ക് ഒരു കുരിശുപള്ളി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെയാണ് കാണേണ്ട വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാരണം രണ്ട് സൈഡ് റബ്ബർ തോട്ടവും മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ല വ്യൂ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് അരീക്കൽ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അരീക്കലെത്തി. കറക്റ്റ് ഇതാണ് അരീക്കൽ പാർക്കിംഗ് ഏരിയ. ഇവിടെ പാർക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് അപ്പുറമാണ് പാർക്ക് ചെയ്തിട്ടാണ്. ഇവിടെ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ് ഇവിടെ വെള്ളമില്ലാന്ന് പുള്ളി കയറ്റി വിട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ കുലുക്കം ഉണ്ടാവും, ഷെയ്ക്ക് ഉണ്ടാവും. കാരണം സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് ജാംബോൻ്റെ കാലത്തെ സ്റ്റെപ്പാണ്. പക്ഷെ പൊളി കേട്ടോ. ഈ വൈബിന് ഈ സ്റ്റെപ്പ് വേണ്ടതാണ്. നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ എന്താണ്ട് പണിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിട്ടെത്തും. ഈ വഴി മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പുറ വഴി കൂടെ വേറെ സൈഡുണ്ട്, ആ സൈഡിൽ കൂടെ കയറാൻ പറ്റില്ല. അവിടെ സെക്യൂരിറ്റികളുണ്ട്, ഗാർഡുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളമില്ല. അത് ഇങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ ഇരിക്കണേ. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഇടുമ്പോൾ, മാലിന്യം ഇടുമ്പോൾ 5000 രൂപ പിഴയൊക്കെ ഉണ്ട്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് അരീക്കൽ വാട്ടർഫോൾ. നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ അരീക്കൽ വാട്ടർഫോളിൻ്റെ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എന്താണ്ട് പണിയൊക്കെ കിടക്കുക. എനിക്ക് ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് അത് കാണാൻ വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതാണ് അരീക്കൽ വാട്ടർഫോൾ. വെള്ളം അടിക്കുക, പാടൊക്കെ അവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്കത് അവിടെ വേണമെങ്കിൽ പോയി നോക്കാം, കയറാൻ വേണമെങ്കിൽ. ബട്ട് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ കൊച്ചരീക്കലാണ് കവർ ചെയ്യാറുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ കയറില്ല. അപ്പോൾ ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. കണ്ടോ, ഈ ഏരിയയാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് കൊച്ചരീക്കലിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ ഗൈസ്, പാർട്ട് 1 ഇതാണ്. പാർട്ട് 2 കാണേണ്ടതാണ് എല്ലാവരും. മിസ് ചെയ്യരുത്. പാർട്ട് 2 ആണ് മെയിനായിട്ട് കാണേണ്ടത്. അപ്പോൾ ബൈ ഗൈസ്.